നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അത് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുക. എല്ലാം നിയമപരമായി അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിനെ എന്തിനെ എതിർക്കുന്നത്? കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട്ടെത്തി വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, കഞ്ചിക്കോട്ട് ബ്രൂവറി, അതായത് മദ്യനിർമ്മാണശാല തുറക്കാൻ അനുവദിക്കത്തില്ല. അവർ ഈ കമ്പനി, ഒയാസിസ് കമ്പനി, നിയമപരമായിട്ട് അതിനകത്ത് അവരുടെ ഭൂമിയിൽ 26 ഏക്കറോളം ഭൂമിയിൽ അവർ വ്യവസായശാല, മദ്യനിർമ്മാണശാല തുടങ്ങും. നാട്ടിൽ മദ്യം നിരോധിച്ചിട്ടില്ലല്ലോ കേരളത്തിലേക്കുള്ള മദ്യം ഭൂരിഭാഗവും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്, സ്പിരിറ്റ് ഉൾപ്പെടെ വരുന്നത്. ഇവിടെ ഡിസ്റ്റിലറി യൂണിറ്റുകളുണ്ട്, പക്ഷെ ബ്രൂവറി കാര്യമായിട്ടില്ല. ആ ബ്രൂവറി അവിടെ തുടങ്ങുമ്പോൾ 600 കോടി രൂപ നിക്ഷേപം, ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, ഇതെല്ലാം ചെയ്യും. ഒരു നാട്ടിൽ മലയാളി അല്ലെ കേരളത്തിലെ അല്ലെ ഏത് സംസ്ഥാനത്തായാലും ആ നാട്ടിൽ ഒരു സമൂഹം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, മദ്യമാവട്ടെ ഭക്ഷ്യവസ്തുക്കളാവട്ടെ വേറെന്തും ആവട്ടെ, നിയമപരമായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അവിടെ ഒരു പുതിയ ഫാക്ടറി തുടങ്ങുന്നതിനെ നമ്മൾ എന്തിനാ എതിർക്കുന്നത്? അപ്പൊ അതുകൊണ്ട് കേരളത്തിന് നേട്ടമുണ്ട്. നികുതി വരുമാനത്തിൽ വൻ വർധനയുണ്ടാക്കും, നികുതി നഷ്ടം ഒഴിവാക്കാൻ പറ്റും, കേരളത്തിന് തനത് വരുമാനം കൂട്ടാൻ പറ്റും. പക്ഷെ അത് സമ്മതിക്കത്തില്ല. രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പാലക്കാട് ബ്രൂവറി കഞ്ചിക്കോട്ട് തുറക്കാൻ അനുവദിക്കത്തില്ല. തൊട്ടപ്പുറത്ത് പാലക്കാട് MP VK ശ്രീകണ്ഠനുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ, ഈ രമേശ് ചെന്നിത്തല കർണാടകയിൽ തൊട്ടയൽപക്കത്ത് സംസ്ഥാനം സംഭവിക്കുന്നത് അറിയുന്നുണ്ടോ? അവിടെ സ്വകാര്യ ബ്രൂവറി വീണ്ടും വരുന്നുണ്ട്, വൻ മുതൽ മുടക്കില്. അതിന് തടസ്സമില്ല. അപ്പുറത്താവാം, കർണാടകയിലാവാം. അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് കഞ്ചിക്കോട് ഫാക്ടറിക്കെതിരെ, ബ്രൂവറിക്കെതിരെ പറഞ്ഞ രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ബ്രൂവറി സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി ധാരണയായി. സ്വകാര്യ കമ്പനി, സർക്കാർ കമ്പനിയല്ല. അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അവിടെ ഡെൻമാർക്ക് കമ്പനി, മദ്യനിർമ്മാണ കമ്പനിയായ ഡെൻമാർക്കിലെ കാൾസ്ബർഗ്, വളരെ ലോകത്ത് ഫേമസ് കമ്പനിയാണ് ഡെൻമാർക്കിലെ കാൾസ്ബർഗ്, ബിയർ ഉൾപ്പെടെയുള്ള നിർമ്മാണമാണ്, മദ്യം. അപ്പോൾ അവരുടെ സ്വകാര്യ കമ്പനിയുമായാണ് ധാരണ ഉണ്ടാക്കിയത്. ഡെൻമാർക്ക് കമ്പനിയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനം കാൾസ്ബർഗ് ഇന്ത്യ 350 കോടി രൂപ മുതൽ മുടക്കും. പാലക്കാട്ട് കഞ്ചിക്കോട്ട് ബ്രൂവറിക്ക് 600 കോടിയാണ് നിക്ഷേപം. ഇത് 350 കോടിക്ക് കാൾസ്ബർഗ് ഇന്ത്യ ഇവിടെ കർണാടകയിലെ മൈസൂരുവിലടുത്ത് നഞ്ചങ്കോട്ട്, കേരളത്തിൽ നിന്ന് വയനാട് വഴി പോകുന്ന റൂട്ടാണ് നഞ്ചങ്കോട്. മൈസൂരുവിനടുത്ത് നഞ്ചങ്കോട്ടിലാണ് ഈ ഫാക്ടറി വരുന്നത്. അപ്പോൾ ഇതിൽ 28 ഏക്കറിലാണ് ഈ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഇത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഇതൊന്നും സ്വകാര്യ നിക്ഷേപം വരുന്നതിനൊന്നും ഒരു തടസ്സമില്ലേ? പിന്നെ എന്താണ് ജലചൂഷണം ഒരിക്കലും പാടില്ല. ഇവിടെ എവിടെ ജലചൂഷണം വരുന്നത്? UDF സർക്കാരിന്റെ കാലത്ത് തന്നെ മലമ്പുഴ ഡാമിൽ നിന്ന് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം പുറത്ത് വ്യവസായങ്ങൾക്ക്, കിൻഫ്ര പാർക്ക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് കഞ്ചിക്കോടൊക്കെ കൊടുക്കാൻ അന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഓർക്കണം. പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കാം. അവിടെ ജനങ്ങളുടെ കുടിവെള്ള വിതരണം പാലക്കാട് നഗരത്തിലെയോ മലമ്പുഴയിലോ മുടങ്ങത്തില്ല, പഞ്ചായത്തുകളിലും മുടങ്ങത്തില്ല. സമീപ പഞ്ചായത്തുകളിൽ വെള്ളം പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞും അവിടെ വെള്ളമുണ്ട്. 10 ലക്ഷം ലിറ്റർ, 1 മില്യൺ വെള്ളം ഒരു ദിവസം അവിടുന്ന് വ്യവസായങ്ങൾക്ക് കൊടുക്കാമെന്ന് UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇപ്പോഴും ഫയലിൽ കിടപ്പുണ്ട്, ഓർഡറായിട്ട്. ഈ ഫാക്ടറിക്ക് വേണ്ട എന്താണ്? ബ്രൂവറിക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റ്, പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് പ്രതിദിനം 5 ലക്ഷം ലിറ്റർ, അതായത് 1/2 ദശലക്ഷം വെള്ളം ഇവർ കൊടുക്കാം. പിന്നെ അതുകൂടാതെ അവരവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കും. പ്രകൃതിയിൽ നിന്ന് മഴവെള്ളം ശേഖരിച്ച് ആ വെള്ളം ഉപയോഗിക്കാൻ ഇൻഡസ്ട്രിയൽ വ്യവസായ നിബന്ധനകൾ അവർ പാലിച്ചുകൊണ്ട് അത് ചെയ്യാവുന്ന ഒരു കരാറിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയാണ് ജലചൂഷണം വരുന്നത്? എവിടെയാണ്? അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന് 10 ലക്ഷം, 1 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് ദിവസേന വ്യവസായം കൊടുക്കാൻ തീരുമാനമെടുക്കാമെങ്കിൽ പാലക്കാട്ടൊരു ബ്രൂവറി വരുന്നതിന് പ്രതിദിനം 5 ലക്ഷം, 1/2 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാമെന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താലേ
ഏത് ലോകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുകയാണ്, ഏത് ലോകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്? കർണാടകയിലാവാം, നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിലാവാം, പക്ഷേ കേരളത്തിൽ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഇനി ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തലയാണ്. പിന്നാലെ വി.ഡി. സതീശൻ വന്നു, പ്രസ്താവന ഇറക്കി പാലക്കാട് ബ്രൂവറിക്കെതിരെ, മദ്യനിർമ്മാണശാലയ്ക്കെതിരെ. അപ്പം ഈ മന്ത്രി എം പി രാജേഷ് പറഞ്ഞ എന്താണ്? നമുക്കൊരു സംവാദമാവാം. ഈ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു സംഭാഷണമാവാം, ഒരു സംവാദമാവാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ രമേശ് ചെന്നിത്തല പ്ലേറ്റ് മാറ്റി, ഞാൻ സംവദിക്കുന്നതിൽ മുഖ്യമന്ത്രിയായിട്ടാണെങ്കിൽ സംവദിക്കും, അല്ലെങ്കിൽ എം പി രാജേഷ് എന്ന് പറഞ്ഞൊരു മന്ത്രിയായിട്ട് സംവദിക്കാൻ ഞാൻ എൻ്റെ ഡെപ്യൂട്ടി അങ്ങോട്ട് അയക്കുകയാണ്. ഓക്കെ, ന്യായം. അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. കുപ്പായ എന്നെ തയ്പ്പിച്ചു വെച്ചു, NSSന്റെ സപ്പോർട്ടുണ്ട്. വി.ഡി. സതീശന് കുപ്പായം എപ്പോഴേ തയ്ച്ചു വെച്ചിരിക്കുകയാണ്, അവിടെ പൊടി പിടിച്ചോണ്ടിരിക്കുകയാണ് കുപ്പായം. പിന്നെ കെ മുരളീധരൻ ഒരു കുപ്പായം തയ്ച്ചു വെക്കുന്നുണ്ട്. പിന്നെ കെ സുധാകരന് അങ്ങനെ ഒരു മോഹം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയാണ് തരൂര് കയറി വന്നത്. തരൂര് കയറി വന്നപ്പോൾ എല്ലാം ഫ്ലോപ്പ്, എല്ലാം കഴിഞ്ഞു. ഈ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ എം പി രാജേഷിനോട് സംവാദത്തിന് VK ശ്രീകണ്ഠനെ അയക്കാമത്രേ, പാലക്കാട് MP. അല്ലാതെ ഞാൻ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരാരോപണം ഉന്നയിച്ച് ഒരു സംവാദത്തിന് മന്ത്രി ക്ഷണിക്കുന്നു, ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു, അതിനില്ല. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടാണ് ഞാൻ സംവദിക്കാൻ തയ്യാറാണ്. നാളെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളിൻ്റെ അഭിപ്രായമായിട്ട് അതിനെ നമ്മളത് കണ്ടാൽ മതി, തമാശയായിട്ട് കണ്ടാൽ മതി. അപ്പം തരൂർ ഇപ്പം എന്താ, തരൂർ ഇഫക്റ്റ് കോൺഗ്രസിനെ, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ ശരിക്ക് കുടുക്കിക്കളഞ്ഞു. ഇവിടുത്തെ മാത്രമല്ല, തരൂരിനെ കോൺഗ്രസ് എന്തിനാ ഭയപ്പെടുന്നത്? തരൂര് ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് നേതാക്കൾക്ക് തരൂരിനെ ഭയം എന്താ തോന്നുന്നു, തരൂരിനോട് എന്താ ഭയം തോന്നുന്നു? അത് പൊട്ടൻഷ്യലുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം എന്തായി? ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു, വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചിങ്ങി വന്നു. തരൂർ ഇന്നലെ വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. കോൺഗ്രസ് നേതാക്കളോട് ഹൈക്കമാൻ പറഞ്ഞു, മിണ്ടരുത്, തരൂരിനെതിരെ മിണ്ടാൻ പോകരുത്, പണി കിട്ടും, വെറുപ്പിക്കാൻ പാടില്ല. കാര്യം എന്താണ്? അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് മല്ലികാർജുൻ ഖാർഗെയോട് മാന്യമായിട്ട് പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗമായിട്ടെടുത്തു. അദ്ദേഹം കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് ഹൈക്കമാൻഡിൻ്റെ, അറിയാമല്ല. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് തരൂരിനെ അവഗണിക്കുന്നുണ്ട് കോൺഗ്രസ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഒരു പരിപാടിക്കും മാന്യമായിട്ട് സഹകരിപ്പിക്കുന്നില്ല, കേന്ദ്രത്തിലും സഹകരിപ്പിക്കുന്നില്ല. 2 കൊല്ലമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിച്ചില്ല തരൂരിന്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് തരൂര് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ഒരു ലേഖനം എഴുതി. സത്യം, അതിനെ പേര് കോലാഹലം. എല്ലാവരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം വിചാരിച്ചത് ഇപ്പം തരൂരിൻ്റെ പെട്ടി മടക്കി ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നു. വിളിപ്പിച്ചിട്ട് 3/4 മണിക്കൂർ രാഹുൽ ഗാന്ധിയും തരൂരും മാത്രമുള്ള മീറ്റിംഗ് ഡൽഹിയിലെ 10 ജനപതിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ. അവിടേക്ക് സംഘടനാ ചുമതലയുള്ള വലിയ പവർഫുൾ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പ്രവേശനമില്ലായിരുന്നു. ഖാർഗെ അവിടെ വന്നില്ല. രാഹുലും തരൂരും മാത്രം സംസാരിച്ച വിഷയങ്ങൾ. അത് തിരിച്ച് വിമാനത്തിൽ കയറുമ്പോൾ തരൂര് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാനും രാഹുൽജിയും സംസാരിച്ചത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ, അത് ഞങ്ങൾ മാത്രം അടച്ചിട്ട മുറി സംസാരിച്ച വിഷയങ്ങളാണ്, പാർട്ടി വിഷയങ്ങളാണ്, അത് പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അതിൻ്റെ കോൺഫിഡൻഷ്യൽ ലെവൽ അതിനുണ്ട്. അതേസമയം അത് കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ കാറിൽ രാഹുലും ഇദ്ദേഹവും കൂടെ തരൂരും കൂടെ നേരെ ഖാർഗെയുടെ അവിടെ ചെന്നിട്ട് ഖാർഗെയെ കാണുന്നു. അപ്പം അവിടെ KC വേണുഗോപാൽ വരുന്നു. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. രാഹുൽ തരൂർ 1-to-1 മീറ്റിംഗ്, അത് രഹസ്യ മീറ്റിംഗാണ്. അതിൻ്റെ അർത്ഥം തരൂരിന് ചില ഉറപ്പുകൾ രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പുകൾ എന്താണെന്ന് ഇനി ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വരും. തരൂർ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനായിട്ടാണ് തരൂർ തിരിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനം കയറിയത്. മനസ്സിലാക്കുക. അപ്പം തരൂരിനെ അവഗണിക്കാൻ പറ്റില്ല. കാരണം എന്താ? തരൂര് ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്, അല്ലാതെ വെറും ഒരു പൊളിറ്റീഷ്യനല്ല. വി.ഡി. സതീശനെ പോലെയോ രമേശ് ചെന്നിത്തലയെ പോലെയോ വെറും ഒരു പൊളിറ്റീഷ്യനല്ല.
ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ് ശശി തരൂർ. ഇപ്പം അമേരിക്കൻ ഇലക്ഷൻ നടന്നു. ട്രംപ് കമല ഹാരിസിനെ തോൽപ്പിക്കുമെന്ന് ചില നിഷ്പക്ഷ വിലയിരുത്തൽ വന്നതിനകത്ത് വന്നൊരു റീഡിങ്, എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതിലൊന്ന്, ട്രംപ് ജയിക്കും കമല ഹാരിസിനെതിരെ. കാരണം ട്രംപ് ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, ഹീസ് എ പ്രാക്ടിക്കൽ മാൻ. അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക എങ്ങനെ മുന്നോട്ട് പോകണോ, അമേരിക്കയുടെ താല്പര്യം. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ മാനായിട്ടാണ് ട്രംപ് ഇലക്ഷനെ നേരിട്ടത്. അതുകൊണ്ട് ട്രംപ് ജയിക്കുമെന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ വിലയിരുത്തൽ വന്നിരുന്നു. ഒരു രണ്ടാം ഘട്ടം ഇലക്ഷൻ പ്രചരണം മുന്നേറുന്ന സമയത്ത് കമല ഹാരിസും പിന്നിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞാൽ ട്രംപ് ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. ട്രംപ് അമേരിക്കയുടെ കാര്യം നോക്കുന്ന ഒരു പ്രാക്ടിക്കൽ മനുഷ്യനാണ്. അതുപോലെയാണ് ഞാൻ തരൂരിനെ പറ്റി ഞങ്ങൾ പറയുക. കോൺഗ്രസിന്റെ കീഴിലൊരു അംബ്രലായുടെ കീഴിൽ ഒരു സംഘടന പ്രൊഫഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് തരൂരാണ്. അതെന്തുകൊണ്ടായിരുന്നു? പ്രൊഫഷണലിസം രാഷ്ട്രീയത്തിൽ വേണം, പ്രാക്ടിക്കൽ കാഴ്ചപ്പാട്, പ്രായോഗിക കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് തരൂര് കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തെ പ്രകീർത്തിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം എഴുതിയത്. അത് CPIM കൊടുത്തതോ പിണറായി സർക്കാർ കൊടുത്തതോ ഡേറ്റ വെച്ചിട്ടൊന്നുമില്ല. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രകാരവും സ്റ്റാർട്ടപ്പ് ഇത് പ്രകാരവും കേരളം ലോകത്തൊന്നാമതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഡേറ്റയാണ് വെച്ചിട്ടാണ് തരൂർ ലേഖനം എഴുതിയത്. അത് തെറ്റാണെങ്കിൽ തിരുത്താം എന്ന് വീണ്ടും വീണ്ടും നിലപാട് സ്വീകരിച്ചു. അത് ഹൈക്കമാൻഡിന് ബോധ്യമായി, രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായി. അതുകൊണ്ട് തരൂരിനെതിരെ ഒന്നും മിണ്ടരുത്, തരൂരിനെ തുടരുത്, തരൂരിനെ വെറുതെ വിട്ടേക്കുക എന്നതിലേക്ക് കോൺഗ്രസിനെത്തേണ്ടി വന്നു. കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ തരൂരിനെ BJP റാഞ്ചിയെടുക്കാൻ നോക്കിയിട്ട് കുറെ കാലമായി. ഏത് സമയവും തരൂര് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയോണ്ടല്ലോ. മോസ്റ്റ് വെൽക്കം, ഇങ്ങനെ ഒരാളെ BJPക്ക് വേണം എന്ന് അവരാഗ്രഹിക്കുന്നു. പക്ഷെ എന്താ തരൂര് പോവാത്തത്? തരൂരിനെ കൊണ്ടുപോകാൻ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. തരൂരൊരു സെക്കുലറാണ്, ലോകം കണ്ട സെക്കുലറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും BJPയിലേക്ക് RSSലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ കോൺഗ്രസ് വിട്ട് അദ്ദേഹം വരുന്നത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തേക്കായിരിക്കും. അതറിയാമല്ലോ. കാരണം പുത്തൻ സാമ്പത്തിക ഘടനയിലെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ, ഒരു മലയാളി എന്ന നിലയ്ക്ക്, ഒരു ലോക മലയാളി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നല്ലത് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. ആ പ്രാക്ടിക്കൽ സമീപനം, ആ പ്രൊഫഷണലിസം ഇൻ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ് തരൂര് ഇപ്പോൾ വീണ്ടും, തരൂരിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ തരൂര് വിജയം നേടി വന്നിരിക്കുന്നത്. കോൺഗ്രസ്സിന് തരൂരിനെ വേണം, തരൂരിന് കോൺഗ്രസിനെ വേണ്ട. തരൂര് കോൺഗ്രസ് വിട്ടാലും തരൂര് അടുത്ത ഒരു തട്ടകം കണ്ടുപിടിക്കും. പക്ഷെ കോൺഗ്രസിന് തരൂരിനെ വേണമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ ഈ വിവാദം, ഈ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് വിവാദത്തിൻ്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്.